എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസണല്ലേ? നമുക്കൊരു മാങ്ങ പറിച്ചിട്ടേ ഒരു മാങ്ങ സലാഡ് ഉണ്ടാക്കിയാലോ? ഇത് ബങ്കനപ്പള്ളി മാങ്ങയാണ്. നല്ല അത്യാവശ്യം വലിയ മാങ്ങയാണ്. അതിന് 2 ക്യാരറ്റും ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളകും, കുറച്ച് തേങ്ങയും ഒരു സവാളയും വേണം. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഏകദേശം 2 മാങ്ങയൊക്കെ ഒരു 800 ഗ്രാമൊക്കെ വരും. നല്ല വലിയ മാങ്ങയാണ്. അധികം പുളിയൊന്നുമില്ല. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാങ്ങായും ക്യാരറ്റും ഒക്കെ മുറിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പുളി കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും മാങ്ങ എടുത്തിട്ടുള്ളത്. പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇത്രയും ആവശ്യമില്ല കേട്ടോ. ഇത് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുവാണ്. ഒന്നിച്ചിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുവാണെങ്കിൽ ഒരു കുഴഞ്ഞതുപോലെ ഇരിക്കും ഉള്ളിയും കൂടി ഇടുമ്പോൾ. അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ അരിഞ്ഞെടുത്തത്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഇതിൽ. ഇനി ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ തേങ്ങയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് വീണ്ടും മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പച്ചമാങ്ങയുടെയൊക്കെ ടേസ്റ്റ് വളരെ നല്ലതാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മാങ്ങയുടെയൊക്കെ സീസണല്ലേ? അവരവരുടെ വീട്ടിലുണ്ടായ മാങ്ങ കൊണ്ട് തന്നെ നമുക്കിതുപോലുള്ള നല്ല ടേസ്റ്റി സലാഡ് ഉണ്ടാക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായോ? എങ്കിൽ ലൈക്കും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.